ഈ പാർക്കിനെ ചുറ്റിപ്പറ്റി സ്വിസ് ഗവൺമെൻറ് പുലിവാല് പിടിച്ചൊരു കഥയുണ്ട്. അക്കാലത്ത് കുതിരകളായിരുന്നു ഈ ട്രാമുകൾ വലിച്ചിരുന്നത്. ട്രെയിൻ പെട്ടെന്ന് ടണലിലേക്ക് കയറുകയും വിൻഡോ ഒരു കണ്ണാടി പോലെയായി ഒരു പ്രത്യേക തരം ട്രിപ്പ് തരുകയും ചെയ്യും നമുക്ക്. ലുസേണിൽ നിന്ന് തിരിച്ച് സൂറിക്കിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ലുസേണിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ക്രിസ്മസ് ട്രീകളും അതിലൊക്കെ ഇട്ടിരുന്ന ആ ലൈറ്റുകളും പിന്നെ അവിടുത്തെ നല്ല സന്തോഷമുള്ള മനുഷ്യരും ഐസ് സ്കേറ്റ് ചെയ്യുന്ന കുട്ടികളും ഇതൊക്കെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. എന്നാലും എങ്ങനെയായിരിക്കും ഇവർ ഈ രാജ്യം മുഴുവനും ഇത്ര സുന്ദരമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നതെന്നുള്ള ഓർത്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡായിപ്പോയി. ഒരു മുറി പോലും മര്യാദയ്ക്ക് ഒതുക്കി വയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ വിൻഡോയിലൂടെ ഇങ്ങനെ കാഴ്ചകളും കണ്ടിരിക്കാം. ട്രെയിൻ സ്റ്റേഷൻ എത്തരുതേ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോകും. പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ്റും ലോക്കൽ അതോറിറ്റീസും എല്ലാവരും ഒറ്റുപോലെ ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ലോകോത്തര നിലവാരമുള്ള എഫിഷ്യൻറ്റ് സിറ്റീസും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളും ഇവർ ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രകൃതിയെ ഒട്ടും വേദനിപ്പിക്കാതെ വളരെ മനോഹരമായിട്ടുള്ള വീടുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്വിസ് സൂത്രവിദ്യ ഞങ്ങൾ കണ്ണെടുക്കാതെ ഓർമ്മയിലേക്ക് പകർത്തിക്കൊണ്ടേയിരുന്നു. വീണ്ടും സൂറിക്കിൽ തന്നെ എത്തി. ഇനി സിറ്റിയിൽ കഴിയുന്നിടത്തെല്ലാം ചുറ്റി നടന്ന് കാണണം. ഒരുപാട് നടന്ന് തളർച്ചയുണ്ടെങ്കിലും ഈ നാടിൻ്റെ ഒരു ഓറയുണ്ടല്ലോ, അത് പിന്നെയും ഞങ്ങളെങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള ഒരു ചെറിയ പാർക്കിലാണ്. അത്ര ചെറുതൊന്നുമല്ല, ഫ്ലാറ്റ്സ്പ്ലിറ്റ്സ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. നഗരത്തിൻ്റെ നടുവിലാണെന്നത് ഒരു തരത്തിൽ നമുക്ക് തോന്നില്ല. വളരെ പീസ്ഫുള്ളായ ഒരു സ്പോട്ട്. ഫോൾ സീസൺ ജസ്റ്റ് അവസാനിച്ചിട്ടേ ഉള്ളൂ. മരങ്ങളിൽ കൂടുതലും ഇല പൊഴിച്ച് മഞ്ഞുകാലത്തിനെ വെൽക്കം ചെയ്യുന്ന തിരക്കിലാണ്. ലേക്ക് സൂറിക്കിലേക്കുള്ള കൈവരികളോട് ചേർന്നാണ് ഈ പാർക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പൊഴിഞ്ഞു വീണ ഇലകൾക്കിടയിലൂടെ പൂവണിഞ്ഞ മോഹങ്ങളെയും കൂട്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഈ പാർക്കിനെ ചുറ്റിപ്പറ്റി സ്വിസ് ഗവൺമെൻറ് പുലിവാല് പിടിച്ചൊരു കഥയുണ്ട്. 1980കളിൽ ഇവിടെ ഒരു പ്രശ്നം നടന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൽ ഹെറോയിൻ യൂസ് ചെയ്യാനായി ആളുകൾ ഒരുപാട് വരാൻ തുടങ്ങി. ഇവരെ പിരിച്ചുവിടുന്നത് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ട്രിക്ക് പുറത്തെടുത്തു. പാർക്കിനുള്ളിൽ ഇവർ ഡ്രഗ് യൂസും സെയിൽസും ലീഗലാക്കി കൊടുത്തു. എയ്ഡ്സ് ക്യാമ്പയിൻ്റെയും മറ്റും ഭാഗമായിട്ടായിരുന്നു ആ തീരുമാനം. പക്ഷേ സംഗതി കയ്യിൽ നിന്ന് പോയി. അവസരം മുതലെടുത്ത് യൂറോപ്പിലെ തന്നെ എല്ലായിടത്തു നിന്നും അഡിക്ട്സും ഡ്രഗ് ഡീലേഴ്സും ഇവിടെ എത്തിപ്പറ്റി. പലപ്പോഴും ഇവർ തമ്മിൽ വൻ അടിപിടികളും നടന്നു. 1000-ലധികം വരുന്ന ക്രൗഡ് ദിവസേന ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഓവർഡോസ് കേസുകളും പെരുകി വന്നു. പിന്നെ ഇതിന് നീഡിൽ പാർക്ക് എന്നൊരു കുപ്രസിദ്ധിയും കൂടെ കിട്ടിയതോടുകൂടി സൂറിക് കോർപ്പറേഷൻ ആകെ ചെറിയ ഒരു വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു എന്ന അവസ്ഥയിലായി. അവസാനം വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരുവിധമാണ് അതോറിറ്റീസ് എല്ലാം ഒഴിപ്പിച്ച് ഇന്നീ കാണുന്ന പോലെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ഗാർഡനായി ഇവിടെ മാറ്റിയത്. ഇപ്പം നമ്മളീ കയറുന്നത് സ്വിസ് നാഷണൽ മ്യൂസിയമായിട്ടുള്ള ലാൻഡ്സ് മ്യൂസിയത്തിലേക്കാണ്. സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഇറ്റ്സ് കൊളോണിയൽ എൻറ്റാങ്കിൾമെൻറ്റ്സ് എന്നുള്ളതാണ് ഈ ഒരു എക്സിബിഷൻ്റെ തീം. ഇവിടെ അവർ ആദ്യത്തെ സെക്ഷനിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വിസ് ചരിത്രമാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഭരണഘടനയും ഡെമോക്രസിയും ഒക്കെ രൂപീകരിക്കാനായിട്ട് അവരെടുത്ത വാല്യൂസ്, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത തിങ്കേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, അന്നത്തെ സയൻറ്റിഫിക് ഇൻവെൻഷൻസ്, അന്നുണ്ടായിരുന്ന ട്രൈബുകൾ എല്ലാം അവർ വിശദമായിട്ട് തന്നെ പല ഇൻസ്റ്റലേഷൻസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
സ്വന്തം ചരിത്രത്തിൽ അതിൻ്റെ നരേറ്റീവിൽ സ്വിറ്റ്സർലാൻഡ് ന്യൂട്രലായിട്ടുള്ളൊരു കൺട്രിയാണ്, അതാണ് അതിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം എന്നുള്ള രീതിയിലുള്ളൊരു നരേറ്റീവ് ഉണ്ട്. ഈ നരേറ്റീവിനെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, ഒന്ന് തിരിഞ്ഞു നോക്കി അത് ശരിയാണോ എന്ന് ക്രിട്ടിക്കലായി ചിന്തിക്കുക എന്നൊരു ഉദ്ദേശവും കൂടി ഈ ഒരു എക്സിബിഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം അക്കാലത്തെ കോളനികളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ നേരിട്ട് കടുത്ത എക്സ്പ്ലോയിറ്റേഷനുകളെക്കുറിച്ചും അനുഭവിച്ച യാതനകളെക്കുറിച്ചും എല്ലാം ഉള്ള കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കതൊരു വ്യത്യസ്തമായിട്ടുള്ള ചരിത്രാനുഭവമായിട്ട് ഫീൽ ചെയ്തത്. ചരിത്രം വിവിധ മനുഷ്യരുടെ പേഴ്സ്പെക്റ്റീവുകളിലൂടെ കണ്ട് ചരിത്ര സംഭവങ്ങളായി മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു അഭിപ്രായം രൂപീകരിക്കുക എന്നൊരു നയമാണ് ഈ എക്സിബിഷൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ പുറകിലുള്ളത് എന്ന് ഞാൻ വളരെ കൗതുകത്തോടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്നതാണ്. അതൊരു രാജ്യം അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് തന്നെ അത് പ്ലേ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രോഗ്രസീവായ ഒരു ഐഡിയോളജി ആയിട്ടാണ് ഞങ്ങൾക്കത് അനുഭവപ്പെട്ടത്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും അകത്താക്കിയിട്ട് അന്നത്തെ യാത്ര തുടങ്ങി. മൗണ്ട് ടിറ്റ്ലിസ് കീഴടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ദൗത്യം. അപ്പോൾ നമ്മൾ ടിറ്റ്ലിസിലേക്കാണ് പോകുന്നത്. ടിറ്റ്ലിസിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അല്ല ട്രെയിൻ സ്റ്റേഷൻ എന്നവർ പറയാം. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ലുസേൺ, ഇന്നലെ ഞങ്ങൾ ലുസേണിൽ പോയിരുന്നു. പക്ഷേ ദിസ് ഇസ് ടു ക്യാച്ച് അനദർ ട്രെയിൻ ടു എ പ്ലേസ് നെയിംഡ് എംഗൽബർഗ്. ഓക്കെ, സോ ദിസ് ഇസ് അതിരാവിലെ തന്നെ ഇവിടെ ട്രാംസ് എല്ലാം വർക്കിംഗ് ആവും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രാം നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. 170 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നതാണ് ഈ സൂറിക്കിലെ ട്രാം ലൈൻസ്. ഈ സിറ്റിയിലെ മുക്കിലും മൂലയിലും വരെ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സംഗതി ഇക്കോ ഫ്രണ്ട്ലി കൂടി ആയതുകൊണ്ട് ഒരു ആധുനിക സിറ്റിക്ക് ഏറ്റവും ചേർന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടിയാണിത്. 1800-കളിലൊക്കെയാണ് ഇവിടെ ആദ്യമായിട്ട് ട്രാം വരുന്നത്. അക്കാലത്ത് കുതിരകളായിരുന്നു ഈ ട്രാമുകൾ വലിച്ചിരുന്നത്. പല ഷിഫ്റ്റുകളിലായി പണിയെടുത്തിരുന്ന കുതിരകളെയും അത് വലിക്കുന്ന നീളൻ ട്രാമുകളും അതിനെ സഹായിക്കാനായുണ്ടായിരുന്ന അനേകം ആൾക്കാരും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ടിറ്റ്ലിസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. സൂറിക്കിൽ നിന്ന് ടിറ്റ്ലിസിലേക്ക് പോകുവാനുള്ള റൂട്ട് കാണാതെ പഠിച്ചും എഴുതിയും എല്ലാം വച്ചിട്ടുള്ളതുകൊണ്ട് വലിയ കൺഫ്യൂഷനൊന്നും വരുവാൻ സാധ്യതയില്ല. സമാധാനപൂർണമായ യാത്രയ്ക്ക് റിസർച്ച് മുഖ്യം ബിഗിലേ എന്ന് കവി പാടിയത് വെറുതെ അല്ലല്ലോ. ഒരു ശരാശരി സ്വിസ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഇൻഫർമേഷൻ ബോർഡ് ഇതുപോലെയാണ് ഉണ്ടാവുക. സ്വിസ് പാസ് ഉള്ളതുകൊണ്ട് ട്രെയിൻ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല. ട്രെയിൻ എടുക്കുന്ന സമയവും സ്റ്റോപ്പുകളും പിന്നെ ഗ്ലീസ്, അത് GLIES എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമാണ് അത് കാണിക്കുന്നത്. അതും ഇത്രയാണ് നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത്. ഞങ്ങൾ ഇന്നലെ പോയ ലുസേൺ എന്ന സ്ഥലത്തു നിന്നാണ് അടുത്ത ട്രെയിൻ എടുക്കേണ്ടത്. ആ കാണുന്ന 9:10 എടുക്കുന്ന IR70 എന്ന ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. ഇനി അടുത്ത ചടങ്ങ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോം കണ്ടെത്തുക എന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പോലെ തന്നെ സ്വിസ് ട്രെയിൻ സിസ്റ്റവും ലോകത്തിലെ ഏറ്റവും എഫിഷ്യൻ്റായ സിസ്റ്റമാണ്. അരമണിക്കൂറോളം ഉണ്ടായതിനാൽ ട്രെയിൻ സ്റ്റേഷൻ ഒന്ന് നടന്ന് കാണാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. വലിയ ഷാൻലിയേഴ്സും ഷോപ്പിംഗ് മോളും ടെമ്പററി ക്രിസ്മസ് മാർക്കറ്റും എല്ലാം ചേർന്നതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. അങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടുത്തെ ആർക്കിടെക്ചറിനെ പറ്റി ഗാച്ചു 2 വാക്ക് പറയാൻ മുന്നോട്ട് വന്നത്. സോ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിൻ്റെയും ആർക്കിടെക്ചർ വളരെ പെക്യൂലിയർ ആണ്. കൊത്തുപണികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ആൻഡ് ദെൻ ലാംപ്സ്, ഏതൊരു സമയത്ത് ലാംപ്സ് ഒക്കെ ഓപ്പൺ ആണ്. ആ ഭാഗത്തായിട്ട് ക്ലോക്ക് ഉണ്ടാവും. വെരി ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ. ആ ഷാൻഡിയറും എല്ലാം കൂടെയുള്ള ലുക്ക് ഗ്രാൻഡ്. അങ്ങനെ പറഞ്ഞു നിന്നപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു. കൃത്യം ടൈമിലാണ് വന്നതെന്ന് പ്രത്യേകം പറയേണ്ടതിൻ്റെ ഒരാവശ്യമില്ല.
ട്രെയിനിൽ കയറിയ പാടെ തുടർന്നുള്ള യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന നോട്ട്സ് ഞങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തു. ഇതൊന്നും വലിയ മലമറിക്കുന്ന ടാസ്ക് അല്ലെങ്കിലും ചെറിയ യാത്രാപരിചയം മാത്രമുള്ള ഞങ്ങൾക്ക് ഈ സ്വന്തമായി പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യുന്നതൊക്കെ ഒരുതരം ഹരം പിടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ലുസേൺ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇനി അവിടെ നിന്നും പോകേണ്ടത് എയ്ഞ്ചൽബർഗ് എന്ന സ്റ്റേഷനിലേക്കാണ്. 10:10 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് നടന്നു. സ്വിസ് പാസ് ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ മാത്രമേ ഫ്രീ ആയി യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വലിയ വിൻഡോകളുള്ള ഒരു കിഡിലൻ ട്രെയിനാണ് വന്നിരിക്കുന്നത്. ട്രെയിനിൽ കയറി ഒരു സീറ്റ് കണ്ടെത്തി ഞങ്ങൾ ഇരുന്നു. പുറത്തെ കാഴ്ചകളിൽ മതിമറന്നിരിക്കുമ്പോൾ ട്രെയിൻ പെട്ടെന്ന് ടണലിലേക്ക് കയറുകയും വിൻഡോ ഒരു കണ്ണാടി പോലെയായി ഒരു പ്രത്യേകതരം ട്രിപ്പ് തരുകയും ചെയ്യും നമുക്ക്. എയ്ഞ്ചൽബർഗിനോട് അടുക്കും തോറും നാടും ഗ്രാമവും ഇഴചേർന്ന കാഴ്ചകൾ മാറി പർവ്വതങ്ങളും അതിനു താഴെ പച്ചപ്പുൽ പുതപ്പുകളും തെളിഞ്ഞു തെളിഞ്ഞു വരും. ഇരുവശത്തും വലിയ ജനാലകൾ ഉള്ളതിനാൽ എവിടെ ഇരുന്നാലും വ്യൂവിന് ഒരു പഞ്ഞവും വരില്ല. ഇടയിൽ സ്റ്റാൻഡ്സ് എന്നൊരു ചെറിയ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. ആൽപ്സ് പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു സുന്ദരമായ സ്റ്റേഷൻ. ഇവിടങ്ങളിൽ ജീവിക്കുന്നവരോട് ഞങ്ങൾക്ക് അടക്കാനാകാത്ത കുശുമ്പാണ് തോന്നിയത്. മുന്നോട്ട് പോകുന്തോറും പച്ചപ്പിൽ മഞ്ഞു വരച്ച ചിത്രങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. വിൻ്റർ ആൽപ്സിൽ നിന്നിറങ്ങി സൂറിക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. മനോഹരമായ താഴ്വരകളും മരവീടുകളും കടന്നുപോകെ മഞ്ഞിൻ്റെ പഞ്ഞിക്കെട്ടുകൾ പുൽമേടുകളെ തോപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ചകളാണ് പിന്നീടുണ്ടായിരുന്നത്. അകലെ കട്ടിയുള്ള മൂടൽമഞ്ഞിൽ ഒളിച്ചിരിക്കുന്ന ഭീമൻ പർവ്വതങ്ങൾ കർട്ടൻ മാറ്റി പുറത്തു വരാൻ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയെന്നോണം പെട്ടെന്നൊരു വെയിലുദിച്ചു. അതിലൂടെ ആദ്യമായി ഞങ്ങൾ ആൽപ്സ് പർവ്വതങ്ങളെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഞങ്ങളങ്ങനെ എയ്ഞ്ചൽബർഗ് സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിൻ ലൈൻസ് അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് ടിറ്റ്ലിസ് റോപ്പ് വേയിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ട്. അത് ഫ്രീ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. മഞ്ഞിൽ മുക്കിയെടുത്ത പോലെ ഒരു നാടായിട്ടാണ് എനിക്ക് എയ്ഞ്ചൽബർഗ് അനുഭവപ്പെട്ടത്. ടൂറിസ്റ്റുകളിൽ കൂടുതലും ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അവർ വഴിയരികിലെ മഞ്ഞിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവരെയും കടന്ന് ഞങ്ങൾ ടിറ്റ്ലിസ് ബസ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. You have vouchers or what? Yes, we Yeah, are. yeah. You don't take it here, then you have to take it at the cable car station. Cable car station over there. Thank you. So we just have to take the free charge. Yes, correct. Thank you. ഇവിടെയാണ് ടിറ്റ്ലിസിലേക്കുള്ള ഫ്രീ ബസ് ഷട്ടിൽസ് വരിക. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിലും അത് തിരിച്ചു വരുമ്പോഴാകട്ടെ എന്നാണ് തീരുമാനിച്ചത്. ഇവിടെ കാത്തു നിൽക്കുക എന്നുള്ളത് ഒട്ടും ബോറടിക്കുന്ന പരിപാടിയല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആകാശത്ത് പാരാഗ്ലൈഡേഴ്സ് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഞങ്ങൾ കണ്ടത്. This is Engelberg. ഇവിടുന്ന് ടിറ്റ്ലിസിലോട്ട് പോകാനായിട്ടുള്ള ഫ്രീ ഷട്ടിൽ ബസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് നിൽക്കുന്ന ഭയങ്കര ഒരുപാട് അഡ്വഞ്ചർ ജങ്കീസ് ഉള്ള അഡ്രിനാലിൻ ഹൈ കിട്ടാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ നാട് കൂടിയാണ് ഈ സ്വിറ്റ്സർലാൻഡ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഇഷ്ട അഡ്വഞ്ചർ പ്ലേസ് മാത്രമായിരുന്നു ഈ ടിറ്റ്ലിസ് പർവ്വതം എന്ന് പറയുന്നത്. അന്ന് ഇതുപോലെ കേബിൾ കാറുകളോ യാതൊരുവിധ സൗകര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞു വരുന്നത് ഒരു 100 വർഷത്തിന് മുൻപുള്ള കാര്യമാണ്.
പക്ഷെ പിന്നീട് ഇവിടുത്തെ സ്വിസ് ഗവൺമെൻറ്റും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും സ്വിസ് ബിസിനസ്മെന്നും ലോക്കൽ അതോറിറ്റീസും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചപ്പോൾ വന്നൊരു ഐഡിയയാണ് നമ്മുടെ ഈ നാച്ചുറൽ വണ്ടേഴ്സിന് ചുറ്റിപ്പറ്റി നമ്മൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഭാവിയിൽ ടൂറിസം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായി വരുമെന്നും അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്തുമെന്നൊക്കെ അവർ അന്നേ മുൻകൂട്ടി കണ്ടിരുന്നു. അന്ന് അവർ നടത്തിയിട്ടുള്ള ആ ഒരു ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന കേബിൾ കാർ സർവീസുകളും എല്ലാം. ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള സ്മാർട്ടായിട്ടുള്ള ഐഡിയാസും ഒക്കെ കൊണ്ടാണ് 1927 മൗണ്ട് ടെറ്റ്ലസിലേക്കുള്ള ആദ്യ കേബിൾ കാർ സർവീസ് ഇവരാരംഭിക്കുന്നത്. അതായത് ഒരു നൂറ്റാണ്ടിന് മുൻപ് അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അന്ന് നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിനെ ഇന്നൊരു ലോകോത്തര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി അത് മാറ്റി. ടൂറിസത്തെ തന്നെ രാജ്യത്തിൻ്റെ ഒരു സുപ്രധാന വരുമാന സ്രോതസ്സാക്കി മാറ്റുകയും ചെയ്തു. ഈ ഏംഗൽബർഗ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഈ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ ഒരു 5 മിനിറ്റ് മാത്രം നീണ്ട ബസ് ജേണി വളരെ ഷോർട്ടാണെങ്കിൽ പോലും വളരെ ഹെവൻലിയോ ഒരു ഡ്രീം കാണുന്ന പോലത്തെ ഒരു സിനാരിയോ ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഇതാണ് ടിറ്റ്ലിസിൻ്റെ ബേസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് വേണം നമ്മൾ കേബിൾ കാർ സർവീസ് എടുക്കാനായിട്ട്. പിന്നെ ആ സർവീസ് മേലേക്ക് പോവുകയും അവിടെ നിന്ന് ഗോണ്ടോളയിൽ കയറിയിട്ട് പിന്നെയും മേലേക്ക് പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വർഷം നേരത്തെ സ്നോഫോൾ വന്നുകൊണ്ടായിരിക്കണം സ്കീയിങ് ചെയ്യാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അല്പം പേടിയുണ്ടെങ്കിലും അതിനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മൂടി ഞങ്ങൾ മാത്രമായിട്ടൊരു കാറിൽ കയറിപ്പറ്റി. will get lost. I'm excited. Guys, I'm so scared. ഇതാണ് ഗോണ്ടോള. ഇങ്ങോട്ടാ കാണാൻ പറ്റും. എല്ലാവരും ഇങ്ങോട്ട്. ഇത്രയധികം വലിയ സന്തോഷത്തിൽ പോയെങ്കിലും മൊത്തത്തിൽ ആ പോക്കിന് എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഒരു ചെറിയ ആട്ടോ ഒരു കുലുക്കോ എന്തോ ഒരു സ്ലോ ആവുന്ന പോലെയോ അറിയില്ല. ഇതൊക്കെ സ്വാഭാവികമല്ലെന്ന് സ്വയം വിശ്വസിച്ച് വീഡിയോ എടുത്ത് അങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സംശയം കറക്റ്റാക്കിക്കൊണ്ട് കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നത്. പണ്ട് കണ്ട ഫ്രോസൺ എന്നൊരു സർവൈവൽ ത്രിൽ പടമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്.